പ്രസിദ്ധ മോഷ്ടാവ് ബണ്ടി ചോറിന് ജാമ്യം. തിരുവനന്തപുരം CJM കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. തിരുവനന്തപുരം റെയിൽവേ പോലീസാണ് ബണ്ടി ചോറിന്റെ കരുതൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സിജോ വിജോൺ ചേരുന്നു. സിജോ, എന്താണ് ഇദ്ദേഹത്തിന്റെ മാനസികാരോഗ്യം പോലും പരിശോധിക്കേണ്ട സ്ഥിതിയെന്നായിരുന്നു നേരത്തെ അറിഞ്ഞിരുന്നത്. ജാമ്യത്തിന്റെ വിശദാംശം. ഇന്നലെ രാത്രിയാണ് റെയിൽവേ പോലീസ് തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബണ്ടി ചോറിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. അതൊരു കരുതൽ അറസ്റ്റ് എന്ന നിലയിലാണ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നത്. അതിനുശേഷം ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു. അപ്പോൾ അഭിഭാഷകനെ കാണാൻ വേണ്ടിയിട്ടാണ് തിരുവനന്തപുരത്ത് എത്തിയതെന്നാണ് ബണ്ടി ചോർ പറഞ്ഞത്. തുടർന്ന് ചോദ്യം ചെയ്യലിൽ പരസ്പര വിരുദ്ധമായ ചില കാര്യങ്ങൾ കൂടി ഇയാൾ പറയുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മാനസികാരോഗ്യം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നത്. തുടർന്ന് ഈ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെയാണ് റെയിൽവേ പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. ഇയാളെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്നൊരു ആവശ്യമായിരുന്നു റെയിൽവേ പോലീസ് മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ ഈ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. അത്തരമൊരു സാഹചര്യം ഇപ്പോഴില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബണ്ടി ചോറിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വെച്ചും ബണ്ടി ചോറിനെ കരുതൽ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം പിന്നീട് വിട്ടയക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പ്രസിദ്ധ മോഷ്ടാവാണ്. പല പദ്ധതികളും ലക്ഷ്യമിട്ടാണോ അല്ലെങ്കിൽ മോഷണ പരമ്പര ലക്ഷ്യമിട്ടാണോ ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് പോലീസിന് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഇയാൾ എത്തിയ ഉടനെ തന്നെ പോലീസ് കരുതൽ അറസ്റ്റൊക്കെ രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് പോയത്. എന്തായാലും ബണ്ടി ചോറ് കേരളത്തിൽ നിന്ന് മടങ്ങുന്നത് വരെ കൃത്യമായ നിരീക്ഷണം ഉണ്ടാകുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്.